അപ്പൊ എങ്ങനെ നമ്മൾക്ക് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് തുടങ്ങാം അല്ലേ ബാക്കി? ശരി. ഇനിയിപ്പം ഞാൻ ജനറലായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ലിപ്പും മൊത്തത്തിൽ ഈ ആൻസറേ ഉള്ളൂ. എന്നാലും ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ അയാൾ എന്തോ പറഞ്ഞെന്നുള്ള കേട്ടിട്ട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ ലിയാഖത്തിൽ പറയുന്നത്. അതിന്റെ ആൻസർ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇത്രയും കേട്ടാൽ തന്നെ ഇസ്ലാമിന്റെ സ്റ്റാൻഡ് എന്തുവാ, ഈ ആധുനികവാദികൾ, ഞങ്ങൾ പുരോഗമനവാദികൾ എന്നൊക്കെ പറയുന്ന അവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. ഇനി വഴിയെ വിട്ടുപോയ പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിപ്പീറ്റ് പോയിന്റ് ആണെങ്കിൽ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യത്തില്ല, ജസ്റ്റ് ക്ലിപ്പ് വെച്ച് 2 വാക്കിനകത്ത് നിർത്തും. ചിലപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് ഇടാം. ഒരു മിനിറ്റ്. കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നവർ, ഇസ്ലാം സ്ത്രീകളെ കൃഷിയിടത്തോട് സമാനമായിട്ട് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളെ ഒരു പൂർണ്ണമായ മനുഷ്യാവകാശങ്ങളുള്ള ഒരു വ്യക്തിത്വമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന ആരോപണങ്ങളെ, സ്ത്രീകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങളെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കാൻ പറ്റിയ സുവർണാവസരമാണ് വരൂ കൂട്ടരെ എന്നാണ് നമ്മുടെ അനിൽ മുഹമ്മദ് പറയുന്നത്. അതായത് ഇസ്ലാം സ്ത്രീകളോട് കാണിക്കുന്നതിനേക്കാളും മോശമായ അവസ്ഥയിൽ ഇപ്പോ ഒരു പ്രതലം നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതായത് വലിയ വര, ചെറിയ വര, അവിടെ നമുക്ക് ഇസ്ലാമിന്റെ വലിപ്പം ഒന്നുകൂടി കാണിക്കാൻ പറ്റും. ഇതിനേക്കാളും ഭേദമല്ലേ അമ്മയിലെ ചില കുൽസിത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ചില താര രാജാക്കന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മുഹമ്മദ് നബി മുത്തല്ലേ എന്ന് ചോദിക്കാനുള്ള സുവർണാവസരമാണ് കൂട്ടരെ. മണ്ടിവരിയും എന്ന് പറഞ്ഞിട്ട് അനിൽ മുഹമ്മദ് നാലൂർ നോക്കി സുന്നി കേട്ടായിരുന്നോ? ഓക്കെ. അപ്പം ഇതാണ് അയാൾ പറഞ്ഞു വരുന്നത്, ഈ എക്സ് മുസ്ലിം പോലെ ആൾക്കാർ ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയെ തുറന്നു കാണിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ട് എന്താണ് സ്ത്രീ വിരുദ്ധത എന്നുള്ളത്. മനുഷ്യ അവകാശങ്ങൾ ഇല്ലാത്ത വ്യക്തിത്വമായി സ്ത്രീയെ നിങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സിനിമാ സംഭവങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ കമ്പയർ ചെയ്യാണ്. നമ്മൾ എവിടെ കമ്പയർ ചെയ്തു? തെറ്റാന്നല്ലേ പറയുന്നത്. സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇസ്ലാമിനെ കാട്ടി കുറച്ച പ്രശ്നങ്ങളാണ്. ആ ഒരു വലിയ വര ചിലവര നമ്മൾ പറഞ്ഞു ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി മോശമാണ്, വലിയ മോശം സിനിമയും, ഇസ്ലാം എന്തോ ചെറിയ മോശം. അതിനെ അയാൾ കാണിക്കുന്നത് പ്രവാചകനെയാണ്. പ്രവാചകനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരികയാണ്. അപ്പം അതിന് നമ്മൾ ഈ സമയത്ത് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഓറിയന്റലിസ്റ്റ് പണ്ട് കാര്യം മുതലേ ചെയ്യുന്നത്. ഇസ്ലാമിനെ തകർക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു മെയിൻ ആയുധമാണ്. പ്രവാചകനെ മോശമായിട്ട് കാണിച്ചാൽ ഇതിനെ തകർക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ നിങ്ങൾ എന്തെല്ലാം പ്രവാചകനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു, ഇന്നൊന്നും അല്ലല്ലോ, അന്ന് മുതലേ വിമർശിക്കപ്പെടുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇത് ഓപ്പൺ ആയിട്ട് ടി വിയിലും കാര്യങ്ങളൊക്കെ വരാൻ ഇവരെടുക്കുന്ന ആയുധം എന്താണെന്ന് വെച്ചാൽ, ഒന്നീ തെറ്റിദ്ധരിപ്പിക്കും, ഇല്ലാത്തത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. രണ്ടാമത്തത് ചില ഹദീസുകൾ, അത് നമുക്കറിയില്ല, ചില റിപ്പോർട്ടുകൾ, തെറ്റായ റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ ആയിരുന്നില്ലേ. ഈ 2 കാറ്റഗറിയിൽ പെടുത്താം. ഒന്നീ ഇവർ തെറ്റിദ്ധാരണയായിരിക്കും, രണ്ടാമത്തത് ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകനെ സിനിമാക്കാരുമായിട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇയാളെ കുറിച്ച് ഇത് വരുന്നത്. ഒരു സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ലിയാഖത്ത്, സ്ത്രീകളെ വസ്ത്രമില്ലാതെ പുറത്തു കൊണ്ടുവരണമെന്നും കൺസെന്റ് കൊടുപ്പിച്ച് പ്രായാവാത്ത 18-19 വയസ്സായ ആൾക്കാരായാലും ഒരു വലിയുടെ പിതാവിന്റെ സംരക്ഷണം ഇല്ലാതെ കൊണ്ടുപോയി വേണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കും, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും, എന്നിട്ട് ഞങ്ങൾ കളയും, അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഉണ്ട്, അതാണ് ആധുനികത എന്ന് പറയുന്ന ലിയാഖത്തിൽ വന്നിട്ട് പ്രവാചകനെ പറയുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകൻ എന്നൊക്കെ പറയണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ തന്നെ നോക്കുക, ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീരീസ് തന്നെ പ്രവാചകന്റെ ഉത്തമ മാതൃകകൾ എന്നും പറഞ്ഞിട്ട് ഒരു 20 ഭാഗം ഇപ്പം ആയിട്ടുണ്ട്. ഓരോരോ പ്രവാചകന്റെ മാതൃക എടുത്ത് വെച്ചിട്ട് 10-20 മിനിറ്റ് വീഡിയോ, അതിന്റെ ഓരോ തെളിവുകൾ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നെല്ലാം എടുത്ത് കാണിച്ചിട്ട് എന്തായിരുന്നു പ്രവാചകൻ, എങ്ങനെയാണ് പ്രവാചകന്റെ ഉത്തമ മാതൃക എന്ന് കാണിക്കുന്ന വീഡിയോകളുണ്ട്, അത് കാണാം. അതുകൂടാതെ ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഈ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ ഒരു കൃസംഗി, അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ് വെള്ളയിട്ട ഒരു വെള്ള ലോഹ ഇട്ട ഒരു പാസ്റ്റർ. അയാളുടെ ക്രിസ്ത്യാനിറ്റി കുറിച്ച് എന്തെങ്കിലും, ഈസാ മുഹമ്മദ് എപ്പോഴും അദ്ദേഹത്തിനോട് ഈ ക്രിസ്ത്യൻ ഡോക്ടറിനെ കുറിച്ച് ചോദിക്കും. നമ്മൾ ചോദിക്കുന്നത്, മുഹമ്മദ് ഈസ ചോദിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ ബേസിക് പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ദൈവ സംഹിതയിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ പൗലോസ് കാണിച്ച പ്രശ്നങ്ങൾ, ബൈബിളിലുള്ള ആത്മീയമായ പ്രശ്നങ്ങൾ, അതിനെ അഡ്രസ് ചെയ്ത് ഈ മുഹമ്മദ് ഈസ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഉത്തരവില്ല. ഈ ക്രിസ്ത്യാനികൾക്ക് ഉത്തരവില്ലാത്തപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം പ്രവാചകനെ അറ്റാക്ക് ചെയ്യുക. അതാണ് ഈ ക്രിസ്തംഗികൾ എന്ന് പറയുന്നത്. ക്രിസ്തംഗികൾ അല്ലെങ്കിൽ ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ഇതുപോലെ ലിയാഖത്തിൽ ഈ എക്സ് മുസ്ലിം പോലുള്ള മറ്റൊരു ഗ്രൂപ്പാണ് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ. കാരണം അവരുടെ മതം കുറച്ച് നാളത്തേക്ക് ഇവിടെ നടന്ന് ആ ബൈബിളിലെ വൈരുദ്ധ്യങ്ങളും യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ നബി അവർ എത്രത്തോളം മോശമായിട്ട് അവർ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നു, അതിന്റെ ദൈവസങ്കല്പം അതിനകത്തുള്ള തെറ്റാണ്, ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ വേറെ ഒന്നും അവരെ കുറിച്ച് മോശമായിട്ടെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരുപാട് പേരും ഇസ്ലാമിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കിപ്പോൾ പ്രതിരോധിച്ചേ പറ്റൂ. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ പ്രതിരോധകർ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്നും പറഞ്ഞിട്ട് വന്ന് ചെയ്തത് ഇതിന് മറുപടി പറയാന്നുള്ളതല്ല, പ്രവാചകനെ തെറി വിളിക്കുക എന്നുള്ളത്. അങ്ങനെ തെറി വിളിച്ച ഒരു ആളാണ് ഈ അനിൽ കൊടിത്തോട്ടം. അതിനകത്ത് അയാൾ ചോദിച്ചു, നിങ്ങൾ പ്രവചനം, ഒരു സംവാദത്തിൽ KK നൗഷാദായിട്ട് നടന്ന ഒരു സംവാദത്തിൽ
ഒരു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. ആ സംഭവത്തിന്റെ തലക്കെട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയും നിങ്ങൾ പ്രവാചകന്റെ ഒരു 5 മാതൃക കാണിക്കുന്നു. ആ സ്റ്റേജിൽ വെച്ച് ചോദിച്ചു. സ്റ്റേജിൽ വെച്ച് ആ ടോപ്പിക്കേ അല്ല. അപ്പൊ ശരി നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ സീരീസാണ്. അതിനകത്ത് ഒരു സീരീസ് ഞാൻ പറയാൻ കാരണം, ഒരു സീരീസ് സ്ത്രീ വിഷയങ്ങളിൽ എങ്ങനായിരുന്നു യേശു, എങ്ങനെയായിരുന്നു മുഹമ്മദ്, അത് മാത്രമാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ലിയാഖത്തിലേക്കൽ എപ്പോഴും പറയാനുള്ള സ്ത്രീ വിഷയങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിന് ഓരോ പറയുന്ന ആരോപണങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പൊതുവെ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ പെരുമാറിയിരുന്നത്, ആരാണ് ഉത്തമ മാതൃക എന്നുള്ള ഒരു ടൈറ്റിലിൽ നമ്മൾ പ്രവാചകന്റെ ഉത്തമ എന്നുള്ള 2ാമത്തെ 3ാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് യേശുവിന് ക്രിസ്ത്യാനികൾക്ക് മറുപടിക്കായിട്ടാണ് യേശുവിനെ കൊണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും എടുക്കാറില്ല, വേറെ അങ്ങനെ മറ്റു മതങ്ങളെ നമ്മൾ വിമർശിക്കാറില്ല. ഇവർ യേശുവിനെ കമ്പയർ ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നതുകൊണ്ടാണ് സ്ത്രീകളോട് യേശു എന്തെല്ലാം പെരുമാറി, പ്രവാചകൻ എങ്ങനെല്ലാം പെരുമാറി, ഇതിനകത്ത് ആരെല്ലാം മാതൃക ഉള്ളത് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വൃത്തികെട്ട ആരോപണങ്ങൾ വെക്കുന്ന ലിയാഖത്തിലെ പോലെ ആൾക്കാർ പ്രവാചകന് നേരെ തൊടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒറ്റ ലൈൻ മാത്രം പറയാൻ മറുപടിയായിട്ട്, നിങ്ങൾ പറയുന്ന കണക്കാണ് പ്രവാചകൻ എന്നെങ്കിൽ അന്നത്തെ ആൾക്കാർ കളഞ്ഞിട്ട് പോകാൻ, അത്രേ ഉള്ളൂ. അന്നത്തെ ആൾക്കാർ ആ കാരണം പറഞ്ഞ് തന്നെ തള്ളിയാണ്. എന്താണ് ഇങ്ങനത്തെ മോശമായ സ്വഭാവം എന്നുള്ളത്, അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അവർ തള്ളിയില്ല എന്നുള്ള വലിയ തള്ളു. വേറെ പല ആരോപണം നടത്തി. എന്താണ് അദ്ദേഹത്തിന് മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്, ഇങ്ങനെല്ലാം അവർ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ശൈത്താനാണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറഞ്ഞു. ക്യാരക്ടറിൽ ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല. ഭാര്യമാരുണ്ടായിരുന്നു, അവരാരും തന്നെ അവർ തമ്മിൽ ഭാര്യമാർ തർക്കങ്ങളുണ്ടായിരുന്നു, എല്ലാം ചെയ്തു. പ്രവാചകന്റെ ക്യാരക്ടറിനെ കുറിച്ച് അവർ ആരും മോശം പറഞ്ഞിട്ടില്ല. ഒരുപാട് തെളിവുകൾ അതിനകത്തുണ്ട്. ആഹാരം അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ കൂടുതൽ വേണം, സൗകര്യങ്ങൾ കൂടുതൽ വേണം എന്ന് പ്രവാചകന്റെ അടുത്ത് ചോദിച്ച് തർക്കിച്ചു, വടക്കുണ്ടാക്കി. അതെല്ലാം ചെയ്തു. എങ്കിലും ക്യാരക്ടറിൽ അവസാനം വരെ ആരും ഒരു പോയിന്റ് പോലും പറഞ്ഞില്ല. അവർക്ക് ഡൈവേഴ്സ് ചെയ്തു പോകാനുള്ള ഓപ്ഷൻ ഖുറാനിൽ തന്നെ അള്ളാഹു പറഞ്ഞു. നിങ്ങൾക്ക് സക്കാത്ത് പോലെയുള്ള കൂടുതൽ പ്രൊവിഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിച്ചിട്ട് പോകാൻ. ഒരാളും പോയില്ല. അപ്പം നിങ്ങൾ എന്തെല്ലാം ഇനി ഇവർ ഇങ്ങനെയുള്ള മോശമുള്ള ആർഗ്യുമെന്റ്സ് ഈ ലിയാഖത്തിലെ പോലെ ആൾക്കാർ പ്രവാചകനെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർക്കുക. അന്നത്തെ ആൾക്കാർ റിജക്ട് ചെയ്തതിനെ സ്വന്തം ഭാര്യ, എന്തായാലും 1400 വർഷത്തിന് ഇപ്പുറം ഇവർ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന ആരോപണക്കാട് കൂടുതൽ അവർ പറയേണ്ടല്ലായിരുന്നു. ആ എതിരാളികളുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, യൂതന്മാരുണ്ടായിരുന്നു, ഖുറൈശികളുണ്ടായിരുന്നു. അവരാരും തന്നെ ഒരു പോയിന്റ്, ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ട് പോലും പ്രവാചകന്റെ പുറത്ത് കാണിച്ചിട്ടില്ല. ഇവരിവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് ഈ ലിയാഖത്തിലേക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഡെയിലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും വിമർശിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ എടുക്കുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും. അതുകൊണ്ട് പല ഹിഡൻ അജണ്ടകൾ അവർക്ക് കാണും. അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ. പിന്നെ അതിനകത്ത് പറയുന്നത് സ്ത്രീകളെ കൃഷിയുടെ ആയിട്ട് കാണുന്നുള്ളൂ. അതിന് സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജബ്ബാർ മാഷ് കുറച്ച് നാൾ മുമ്പേ ഇതേപോലെ വളരെ അശ്ലീലമായിട്ട് ആ ഖുറാന്റെ ആയത്തിനെ എടുത്തിട്ട് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ ഒരു ആയത്തിനെ വിമർശിച്ചിരുന്നു. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു 1/2 മണിക്കൂർ ആ ടോപ്പിക്ക് മാത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് തരാം. അത് നിങ്ങളത് കണ്ടോളൂ. അതുകൊണ്ട് അത് എന്താണ് ആയത്ത് പറയുന്നത്, ശരിക്കും ഖുറാൻ ദൈവികമാണ് എന്ന് കാണിക്കുന്ന ഒരു ആയത്താണത്. അത് നിങ്ങളത് കേട്ടോളൂ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മനുഷ്യാവകാശങ്ങൾ സ്ത്രീകൾക്ക് ലംഘിച്ചു ഇസ്ലാം എന്നത്. ഏത് മനുഷ്യാവകാശമാണ് ലംഘിച്ചത്? അന്നത്തെ കാലത്ത് ജീവിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആദ്യകാലത്ത് മക്കയിൽ പെൺകുട്ടികളാണെങ്കിൽ കൊല്ലുമായിരുന്നു. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നാളെ ആ പെൺകുട്ടി എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ അടുത്ത്, എന്ത് കുറ്റത്തിനാണ് നിങ്ങൾ എന്നെ ജീവനോടെ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് അവർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തു. ഇനി പ്രോപ്പർട്ടി, ഇന്ന് ഗർഭചിത്രം ഇന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ കറുത്തമ്മ എന്നുള്ള പടം തമിഴിൽ ഇറങ്ങിയായിരുന്നു. അതിനകത്ത് കാണിക്കും ആ സംഭവമാണ് അതിനകത്ത് കാണിക്കുന്നത്. ചെറിയ ജനിക്കുമ്പോൾ തന്നെ ഈ നെല്ല് ഇട്ട് അതിന്റെ തൊണ്ടയിലിട്ട് കൊടുത്ത് അപ്പോഴേ കൊന്നുകളെ. അങ്ങനെ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്നുള്ളത് ഗർഭത്തിൽ വെച്ച് തന്നെ കൊല്ലുന്നുണ്ട്. ഇത് പുറത്ത് വന്ന അങ്ങനെയൊക്കെ കൃത്യമായിട്ട് മറ്റേ ഇപ്പൊ അടുത്തൊരു മറ്റേ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പേരെന്തായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല, തമിഴ്നാട്ടിലുള്ള ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരൊരു മറ്റേ ഇതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അവര് പറഞ്ഞ എന്താ, ഇസ്ലാമില് സ്ത്രീയെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതെന്നാ പറഞ്ഞ ആ സ്ത്രീ. എന്തായാലും പേര് എനിക്ക് ഓർമ്മയിട്ടില്ല. അവർ മാത്രമല്ല, ഇന്ന് ഫാത്തിമ ശബരിമല എന്നുള്ള ഒരു ഏരിയയാണ്. അല്ല, അവർ മാത്രമല്ല, ഇന്ന് വെസ്റ്റേൺ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതൽ മുസ്ലിംസ് ആണ്, അല്ല കൂടുതൽ ലേഡീസ് ആണ് വരുന്നത് ഇസ്ലാമിലൂടെ. നിങ്ങൾക്ക് ഇസ്ലാമിലൂടെ കൺവേർട്ട് ആവുന്ന ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം. അവർ വലിയ ഇങ്ങനെ ഡാൻസ് ആടുന്നതും ഡ്രസ്സില്ലാതെ ആടിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇസ്ലാം വായിച്ചിട്ട് കരഞ്ഞ് കണ്ണ് നനഞ്ഞ് അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലിയാഖത്തിൽ അങ്ങോട്ട് പോകാൻ വിളിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഐറ്റം ഡാൻസിലേക്ക് പോകും എന്ന് വിളിക്കുന്നത് ലിയാഖത്തിൽ വെസ്റ്റേൺ സൊസൈറ്റി അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്താണ് സ്ത്രീക്ക് അന്തസ്സുള്ളത്, ഇതിനകത്താണ് അതിന്റെ മര്യാദ ഉള്ളത്, അതിന്റെ റെസ്പെക്ട് ഉള്ളതെന്ന്
പറഞ്ഞ് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേരും അല്ല, ഈ സ്ത്രീകൾ മാറി വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തെളിവാ വേണ്ടത്? വസ്ത്രം കുറയാന്നുള്ളത് ശരിക്കും പ്രാകൃതല്ലേ? അങ്ങനെ ആധുനികമാവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് പറഞ്ഞാല് അതാ പറഞ്ഞ സ്ത്രീകൾക്കും പ്രാകൃതമാണ്. പുരുഷന്മാർക്കും അന്നത്തെ വസ്ത്രം കാലത്ത് വളരെ അവകാശമില്ലായിരുന്നു കുറവായിരുന്നു. അത്. അതെ അതെ അതെ, സ്ത്രീകൾക്ക് അതെ അതെ പ്രത്യേകിച്ച് അതെ വസ്ത്രം തീരെ ഇല്ല, വളരെ കുറവായിരുന്നു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞത്. അത് ഞാൻ പറഞ്ഞില്ല, റോയൽ ആയിട്ടാണ് കൂട്ടിയിരുന്നത്. നല്ല പോലെ ഫുൾ ഡ്രസ് ഇട്ട് നല്ല അലങ്കാരം ചെയ്ത് തലയിലൊക്കെ നല്ല തലക്കെട്ട കിട്ടി അങ്ങനെ ചെയ്യുന്ന ആ ബൈസന്റൈൻ സാമ്രാജ്യത്തിലൊക്കെ അത് ഉന്നത കുല സ്ത്രീകൾ മാത്രമേ ചെയ്യാവൂ എന്ന് വെച്ചിരുന്നതാണ്. അതെ അത് കൊണ്ടുവന്ന് ഇപ്പം സാധാ സ്ത്രീകൾ ആ ഡ്രസ്സെല്ലാം വലിച്ചു കൂരണം എന്ന് പറയുന്ന ഇടത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ് മുസ്ലിംസും ഈ നവനാസ്തികരൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് സ്ത്രീക്ക് മനുഷ്യാവകാശം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. പ്രോപ്പർട്ടിയിൽ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നത്? ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ, പാരന്റൽ പ്രോപ്പർട്ടിയിൽ ഹിന്ദു മാരേജ് സക്സഷൻ ആക്ട് വെച്ച് അവർക്ക് കഴിഞ്ഞ ഒരു 10 കരുണാനിധിയുടെ പീരീഡിലാണ് തമിഴ്നാട്ടിലെ നിയമമായത്. അവരുടെ ജോയിന്റ് ഫാമിലിയുടെ സ്വത്ത് സ്ത്രീകൾക്ക് കിട്ടണം, അതുവരെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. കേരളത്തിന് എനിക്ക് തോന്നുന്നു പിന്നീടാണ് നിയമമാക്കിയത്. ഇത് 1400 വർഷം മുമ്പ് സ്ത്രീക്ക് അത് കൊടുത്തിട്ടുണ്ട്. പേരന്റൽ പ്രോപ്പർട്ടിയിൽ, ഹസ്ബൻഡ് പ്രോപ്പർട്ടിയിൽ അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കാം, സ്വന്തം പേരിൽ സ്വത്ത് വയ്ക്കാം. ഇന്ത്യയിൽ അത് 1929 ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ സ്വത്ത് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ എത്രത്തോളം കടന്നു നിൽക്കുന്നു ഇസ്ലാം സ്ത്രീകളെ കുറിച്ച്. സ്ത്രീകളെ നിങ്ങൾ പറയുന്ന ഒരു വസ്തുവായിട്ട് കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? 1400 വർഷം നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? ഇത് സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് യൂറോപ്പിൽ ചർച്ച നടക്കുന്ന സമയമാണ്. അതിനകത്ത് പറഞ്ഞ സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്ത്രീയും അവർ രണ്ടുപേരും കൂടിച്ചേർന്നിരിക്കുന്നു, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, അവർ പരസ്പരത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നെല്ലാം ഒരുപാട് ആയത്തുണ്ട്. ഇപ്പൊ തമ്മിൽ ഇപ്പൊ നീട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് സ്ത്രീക്ക് നോളേജ് അക്യൂർ ചെയ്യാനുള്ള അല്ല, സ്ത്രീയെ എന്താണ് ഭാര്യ എന്നല്ല പഠിക്കാനുള്ള ഖുർആനിലൊന്നും ഭാര്യ എന്ന് തന്നെ കാണില്ല. കൂടുതലും അസ്വാജ് എന്ന് കാണാം. എണ്ണാന്നാ പറഞ്ഞു. എണ്ണ പറഞ്ഞാൽ രണ്ടുപേരും തുല്യല്ലേ? അതെ അതെ, ആദമിൽ നിന്ന് എന്നെണ്ണം ഉണ്ടാക്കിയത്, ഒരാത്മാവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അത് സെപ്പറേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ടോപ്പിക് നമ്മളത് ഒരുപാട് ക്ലിപ്പ്, 13 ക്ലിപ്പ് ഉണ്ട്. അതുകൊണ്ട് അടിച്ചു വിട്ട് പോകേണ്ടി വരിക്കുന്നു. അപ്പോൾ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്, നോളേജ്, അറിവ് സമ്പാദിക്കാനുള്ള ഇത് ഖുർആനിൽ 9:71 ഇതൊക്കെ റെഫറൻസ് വെച്ച് പറയേണ്ടതാണ്. നമ്മൾ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് സമ്പാദിക്കാനും സമ്പാദിക്കുന്ന സ്വത്ത് വെക്കാനും അത് ഭർത്താവ് കുടുംബത്തിന് പോലെ ചെലവഴിക്കണ്ട. ഒരു സ്ത്രീ സമ്പാദിക്കുന്ന സ്വത്ത് ചെയ്യേണ്ടതില്ല. അത് പിന്നെ പറയാം. സ്ത്രീയുടെ ഭരണാവകാശം എന്ന് പറഞ്ഞ ആയത്ത് വരുമ്പോൾ പറയും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എന്താ? സ്ത്രീ ഇപ്പൊ ജോലിക്ക് ചെയ്തിട്ട് വന്നിട്ട് കുടുംബത്തിന് കൊടുക്കുന്ന പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നു. കഷ്ടപ്പെട്ട് ആ ഭർത്താവും പോണം, സ്ത്രീയും പോയി ജോലി ചെയ്യണം, ജോലി ചെയ്തിട്ട് വന്നിട്ട് വീട്ടിലും ജോലി ചെയ്യണം, ആ പൈസ അമ്മയമ്മയുടെ കയ്യിൽ കൊടുക്കുകയും വേണം. ഇങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. ട്രെയിനിൽ ഇരുന്നെല്ലാം കറിക്ക് അരിഞ്ഞ് വീട്ടിൽ പോയി പാചകം ചെയ്ത് കുറച്ചു നേരം ഉറങ്ങി പിന്നെ പണിക്കെടുക്കുന്നത്. ഇതാണ് ആധുനികത എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ത് സ്വാതന്ത്ര്യമാണ്? അവരുടെ പുറത്ത് ഒരു ഭാരവും ഏൽപ്പിച്ചിട്ടില്ല. ഭാരം കംപ്ലീറ്റ് ഇതിലാണ്, പുരുഷന്റെ പുറത്താണ്. ഒരു ഫോട്ടോ ഞാൻ കണ്ടു, എന്നിട്ട് കാണിച്ചു ഇതാണ് ഇസ്ലാം എന്നുള്ളത്. അതായത് ഒരു ഫാമിലി, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, 2 കുട്ടികൾ, ഒരു ആണും 5 പെൺകുട്ടിയും. ആ ലഗേജ് കംപ്ലീറ്റ് ഭർത്താവ് എടുത്തേക്കുന്നു. അത് കൊച്ചു ബാഗുകളൊക്കെ എടുത്തേക്കുന്നു. എന്നിട്ട് അനിയത്തിയെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. ആ ഭാര്യ ഫ്രീ ആയിട്ട് നടന്നു വരുന്നു. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ആക്ച്വലി ഇസ്ലാം സ്ത്രീകൾ ഉള്ളിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്, എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആരെങ്കിലും എന്താണ് മറ്റ് മതങ്ങളെ പോലെ അവരെ നിർബന്ധിച്ച് ജോലിക്ക് വിടുന്നില്ല, മറ്റ് കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന പോലെ. വളരെ ഫ്രീ ആയിട്ടും മനഃശാന്തിയോടെ അവർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. പുറത്തിരുന്നുകൊണ്ട് ഇവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഓരോന്നോരോന്നോരോന്ന് അടിച്ചുണ്ടാക്കുക. അപ്പം എല്ലാ അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ക്ലിപ്പിനകത്ത് ഇത്ര വാക്കുകൾക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ താര രാജാക്കന്മാര് ചെയ്തപ്പോൾ മുഹമ്മദ് നബിയെ കമ്പയർ ചെയ്തു, അത് ശരിയല്ല. പിന്നെ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർക്കുന്നില്ല. അപ്പം അത് ശരിയല്ല എന്നുള്ളത് മാത്രം പറയാം. അടുത്ത ക്ലിപ്പിടാം. ഒരു ഗതികേടാലോചിക്ക. അള്ളാഹു ആ പുരുഷനെ സൃഷ്ടിക്കുന്നു. പുരുഷൻ ഒറ്റക്കാണല്ലോ എന്ന് കണ്ട് പുരുഷന് ഇണതുണ വേണം എന്ന് തോന്നിയപ്പോ പുരുഷന്റെ ഭാര്യയെ ലൂരിയെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ആ ഹവ്വ, ഈ ആദം എന്ന് പറയുന്ന ഈ 2 മനുഷ്യർ അവരിങ്ങനെ പെറ്റുപെരുകി. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്, ധാർമ്മികത എന്ന് ചോദിക്കരുത്. അതങ്ങനെ പെറ്റുപെരുകി ആളുകളായി അങ്ങനെ മുന്നോട്ട് പോയപ്പോ ഈ ആദ്യ സൃഷ്ടിയായ പുരുഷന്റെ ഉപദ്രവം എല്ലാ സ്ത്രീകളും നേരിടും എന്ന് തിരിച്ചറിയുകയും സ്ത്രീകളോട് എല്ലാവരോടും കൂട്ടിക്കയറാൻ ആവശ്യപ്പെടുകയും ചെയ്ത പഠിച്ചു. കേട്ടല്ലോ? കേട്ടു. അപ്പൊ ഒന്നുമില്ല, എന്നാ ഞാൻ വെറുതെ കട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളു. അതായത് സ്ത്രീകളെ കൂട്ടിക്കയറാൻ പറഞ്ഞത്. എവിടെ കൂട്ടിക്കയറാൻ പറഞ്ഞു? സ്ത്രീകളെ പുറത്ത് വരണോ? അതുകൊണ്ടാണ്
കേട്ടോ? അത് അല്ല, ഈ ഡ്രസ്സ് നിഷ്കർഷിച്ച് തന്നെ അവർക്ക് ഡ്രസ്സ് പറഞ്ഞത് പുറത്ത് വരാൻ തന്നെയല്ലേ, പിന്നെ കൂട്ടി കയറാൻ പറഞ്ഞത്. പുറത്ത് വരുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ഇടുന്ന് പറഞ്ഞാൽ എന്ത് തെറ്റ് അതിനകത്തുള്ളത്? എവിടെ കൂട്ടി കയറാൻ പറഞ്ഞു? യുദ്ധത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളാണ്. വീട്ടില് തന്റെ ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ മുന്നിലാണ് തന്റെ സൗന്ദര്യം കാണിക്കേണ്ടത്. അതാണല്ലോ അതിന്റെ ഇത്. ഇപ്പൊ പുരുഷന്മാര് പുറത്തിറങ്ങുമ്പോ ആരും ഈ പറഞ്ഞ പോലെ മറ്റേ ഈ പല സ്ത്രീകളും ഇറങ്ങി നടക്കുന്ന പോലെ അല്ലല്ലോ ഇറങ്ങുന്നത്. വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇറക്കുന്നു, അതിനാർക്കും ഒന്നും പറയാനില്ല. അതേ സ്ഥാനത്ത് ഇതേ പുരുഷൻ ഈ സ്ത്രീ ധരിക്കുന്ന അതേ വസ്ത്രം ഒന്ന് ധരിച്ചിട്ട് പുറത്തിറങ്ങി നോക്കട്ടെ, അപ്പൊ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇതൊന്നും രണ്ട് രീതിയിൽ നോക്കണ്ട ഇവര്. അപ്പൊ അതല്ല പ്രശ്നം. ഇവര് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീകളെ പുറത്തേക്ക് എങ്ങനെങ്കിലും ഈ ഡ്രസ്സ് ഇല്ലാതെ പുറത്തേക്ക് ഇറക്കണം. കൂട്ടിലേക്കല്ല, ഇവരിലേക്ക് അങ്ങോട്ട് ക്ഷണിക്കുക, ഇവർക്ക് അത് കണ്ട് ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. അത് ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് എന്തായാലും പുരുഷനിൽ തന്നെയാണ് സ്ത്രീയെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ അധമനാവുന്ന രണ്ടാമത്തെ ക്വാളിറ്റി ആവത്തില്ലല്ലോ. ആ നമ്മുടെ നമ്മുടെ പുരുഷന്റെ ഒരു ഭാഗം തന്നെയാണ് സ്ത്രീ. അപ്പൊ പിന്നെ ഒരിക്കലും അത് വസ്തുവോ ഒന്നും ആവത്തില്ല. അത് ആ പാരസ്പര്യത്തിന് വേണ്ടി തന്നെയാണ് അള്ളാഹു അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നാലാണ് ഇത് നമ്മുടെ ഒരു ഭാഗം ആയതുകൊണ്ടാണ് അത്രയും ഈ രണ്ടുപേർക്കും തമ്മിലുള്ള ട്രാങ്ക്വിലിറ്റി എന്ന് പറയത്തില്ല, ഖുറാനിൽ അങ്ങനെ ഒരു വാക്ക് കാണും. പാരസ്പര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ജീവിക്കുന്നത്, ഇന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം തോന്നുന്നതെല്ലാം ഈ ട്രാങ്ക്വിലിറ്റി ഒരു നമ്മുടെ ബോഡിയിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഭാഗമായതുകൊണ്ടാണ്. വേറെ രീതിയിലല്ല സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പം അതിൽ തന്നെ ഈ ലേഖത്തിൽ പറയുന്ന എല്ലാ വാദങ്ങളും പൊളിയും. ഒന്ന്. രണ്ടാമത്തത്, പുരുഷന്റെ ഉപദ്രവത്തിൽ നിന്ന് സ്ത്രീയെ രക്ഷിക്കാനെന്ന്. ഞാൻ ചോദിക്കട്ടെ, പുരുഷന്റെ ഉപദ്രവത്തിൽ നിന്ന് പുരുഷനെ രക്ഷിക്കണ്ടേ? ഞാൻ പറഞ്ഞു നേരത്തെ ചെയ്യുന്ന കൊലപാതകം പുരുഷന് വേറെ പുരുഷനെ കൊല്ലത്തില്ലേ? അപ്പൊ അതെന്താ കൊല്ലുന്നത്? സ്ത്രീ വേറെ ആയതുകൊണ്ടാണ്. സ്ത്രീയോട് മാത്രമല്ല അതിക്രമം കാണിക്കുന്നത്, വേറെ എന്തെല്ലാം ചെയ്യുന്നു, പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, കള്ളം പറയുന്നു, കൊലപാതകം ചെയ്യുന്നു, കൊള്ള ചെയ്യുന്നു. അതുപോലെ സ്ത്രീകളെ തന്നെ ദ്രോഹിക്കുന്ന എത്രയോ സംഭവങ്ങളില്ലേ അവർ ചെയ്യുന്നു. സ്ത്രീകളെ ഈ റാക്കറ്റ് വരുത്തുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഈ റാക്കറ്റിൽ പ്രവർത്തിക്കുന്നത് പിന്നിലെല്ലാം സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അതൊന്നും ബാലിശ്. അതുകൊണ്ട് നമ്മൾ ഇത് അവസാനം ഉടായ്പകൾ എന്തോ എന്റെ നമ്മൾ തലക്കെട്ടിട്ടിരിക്കുന്നത് തരികിടകൾ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ലേഖത്തിലിട തരികിടയാണത്. സ്ത്രീകളെ രക്ഷിക്കാൻ അള്ളാഹുവിനെ സൃഷ്ടിച്ചിട്ട് ആ പുരുഷന്റെ ഉപദ്രവത്തിൽ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. ഉപദ്രവം ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ ഇവിടെ ഇത്രയും റൂളുകൾ പറഞ്ഞത്. ഉപദ്രവം ഉണ്ടാകത്തില്ല ഈ റൂൾ പറയേണ്ട ആവശ്യമുണ്ടോ? പുരുഷന് നിന്റെ നോട്ടം താഴെയാക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? പുരുഷനടുത്ത് പറഞ്ഞിട്ടുണ്ട് നോട്ടം താഴെയാക്കുന്ന, സ്ത്രീകളുടെ അടുത്ത് മാന്യമായിട്ട് ഡ്രസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറവും കയറി ആരെയും ചെയ്താൽ അവന് അതിന്റെ അർഹമായ മാതൃകമായ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട്. ശിക്ഷയൊന്നും പറയേണ്ട ആവശ്യമില്ല. ആണെങ്കിൽ ഇസ്ലാമിലെ ഒരു ശിക്ഷയും പറയേണ്ട, ഈ ബുക്ക് തന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്തിനാ ബുക്ക് ഇറക്കിയത്? ഖുറാൻ വേദഗ്രന്ഥം ഗൈഡ് ചെയ്യാൻ ഇറക്കിയ എന്തിനാണ്? ഇത് ഇവിടെ മനുഷ്യനൊന്നും തെറ്റ് ചെയ്യത്തില്ലെന്ന്. തെറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൽ സൊല്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് പണിഷ്മെന്റ്സ് വെച്ചേക്കുന്നത് ഇസ്ലാമിൽ? അപ്പൊ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇസ്ലാം ഡീൽ ചെയ്തു. ഇവർ പറയുന്ന ഇസ്ലാമിനകത്ത് ഒരു പണിഷ്മെന്റ് പോലെ എല്ലാ മാലാകമാർ ഇവരോട് ജീവിക്കുന്നത്, മാലാകമാരെല്ലാം ഇവിടെ ജീവിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഗൈഡൻസ് വേണം. നിങ്ങൾ ആ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഏകത്തിൽ ഇതിനകത്ത് എതിരെ നിൽക്കരുത്, ആ ഗൈഡൻസ് ഫോളോ ചെയ്യാൻ വിടുക, അത് പ്രോത്സാഹിപ്പിക്കാം ഒക്കുമെങ്കിൽ. എന്നിട്ട് ഈ ഒരു സോഷ്യൽ ഓർഡർ കറക്റ്റാണ്. ഇതിന് മാത്രം സ്ത്രീകൾ മാത്രമല്ലല്ലോ മോഷ്ടിക്കുന്നതിന് എന്തൊക്കെ റൂളുകൾ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവന് ഒരു ആഹാരം ഇല്ലാതിരിക്കരുത്, അവർക്കെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മോഷ്ടിക്കുകയാണെങ്കിൽ മാതൃകാപരമായിട്ട് അവന് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹു തന്നെ ഉണ്ടാക്കി സൃഷ്ടിച്ചു, അവനെ തന്നെ മോഷ്ടിപ്പിക്കാൻ വെച്ചു, അവനെ വിശപ്പ് കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വാദമാണ്. ഇത് പിന്നീട് ദിവസം പറയുന്നത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണുള്ളത്. ഇതെങ്ങനെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്? മനുഷ്യനെ തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാലാഖയല്ല, മാലാഖ തെറ്റ് ചെയ്യത്തില്ല. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയതുകൊണ്ടല്ല, ഈ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ടാണ്. അത് മാലാഖമാർ തന്നെ പറഞ്ഞു. ഇപ്പം മനുഷ്യനെ സൃഷ്ടിച്ചല്ല അവിടെ പോയി രക്തം ചിന്തും. അതിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് പോയിന്റ് ഇവിടെ. അതിനുള്ള ധാർമ്മികത നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുള്ള എന്തെല്ലാം റൂള് പറഞ്ഞു, അത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് അരാജകം സൃഷ്ടിക്കുന്നത്. ഓക്കെ, അടുത്ത റിപ്പോർട്ട്. അപ്പൊ അതായത് പുരുഷന്മാരായ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെയാണോ? അത് അള്ളാഹു ഞങ്ങൾക്ക് പ്രത്യേകമായി തന്ന ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്. പണ്ട് ഏതോ ഒരു പേട്ടന്റെ സിനിമയിൽ, നമ്മുടെ പേട്ടന്റെ സിനിമയിൽ പറയുന്നുണ്ട്, എന്റെ കട്ടിൽ എന്ത് കിടന്നാലും ഞാൻ കയറി പിടിക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം. ആ ഒരു സ്വഭാവത്തിലാണ് പുരുഷന്മാരുള്ളത് എന്നും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പറയാം. അതുകൊണ്ടല്ലേ ഞാൻ തരികടലെന്ന് ഇട്ടത്. ഞാൻ പറഞ്ഞോ, സമീർ പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു വാക്ക് ഖുറാനില് എന്താ പറയുന്നത്? നിങ്ങള് സ്ത്രീയോട് പറഞ്ഞത് അവരുടെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക, പുരുഷനോട് പറഞ്ഞു എന്താ, നിങ്ങള് കണ്ണ് താഴ്ത്തുക എന്നുള്ളത്.
ഇവിടെ എന്താ ഈ രണ്ട് പറഞ്ഞ്, സ്ത്രീ വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ പിന്നെ കണ്ണ് കത്തേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് വസ്ത്രം ധരിക്കാതെ ഈ പറഞ്ഞ രീതിയിലുള്ള വസ്ത്രധാരണ ആയിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ എന്ത് ചെയ്യണം? ആ പുരുഷൻ എന്ത് ചെയ്യുക? ഈ കണ്ണുകൾ താഴ്ത്തുക. അത് വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. രണ്ട് ഭാഗത്തോടും കൃത്യമായിട്ട് അവിടെ സൂറത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് നൂറിലാണെന്ന് തോന്നുന്നുണ്ട് ഈ ആയത്ത്. അവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് നിങ്ങൾ വസ്ത്രം ധരിക്കുക, അതേപോലെ തന്നെ പുരുഷനോട് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ഈ ഓർഡർ അനുസരിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ലോകത്തുള്ള എല്ലാവരും ഈ ഓർഡർ അനുസരിക്കുകയാണെങ്കിൽ എന്താവും സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ റാപ്പ്, അതേപോലെ ഈ ചൂഷണം, ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഇതിലൊക്കെ ചെന്ന് പെടുന്നത്? ഈ പറഞ്ഞ സിനിമ, അതേപോലെയുള്ള ക്ലിപ്പുകൾ, റീൽസുകളൊക്കെ കണ്ടിട്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ഈ കാഴ്ച കൊണ്ടാണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ വികാരം ഉണരുന്നത്. അതേ സ്ഥാനത്ത് സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് കാഴ്ചയിലല്ല ഈ പറഞ്ഞ വികാരങ്ങൾ ഉണരുക. സ്ത്രീകൾക്ക് ടച്ചിലൂടെയാണ്, അവരുടെ സ്പർശനത്തിലൂടെയാണ് അവർക്ക് ഈ പറഞ്ഞ വികാരം ഉണരുക. പക്ഷെ പുരുഷന്മാരുടെ അങ്ങനെയല്ല. ആ രണ്ടും രണ്ടാണ്. അതുപോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇയാൾ അങ്ങോട്ട് പറയന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുക. 1 മണിക്കൂറൊക്കെ ഇരുന്ന് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസും ഉണ്ടായതുകൊണ്ട് ഇയാൾ ജീവിച്ചു പോകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായി ക്ലിപ്പ് മുറിച്ചിട്ടത്. വിഡ്ഢിത്തങ്ങൾ മനസ്സിലാക്കട്ടെ ആൾക്കാർ എത്രത്തോളം മോശമാണ്. ഇപ്പൊ ഞാൻ അയാളുടെ വാദം ഞാൻ തിരിച്ചു വയ്ക്കാം. ആണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് ഉള്ളതെന്ന് ഞാൻ തിരിച്ചു പറയാം. കള്ളന്മാര് കക്കുക തന്നെ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ കഥ അടയ്ക്കുക. ഞാൻ കഥ അടയ്ക്കത്തില്ല. അതെന്തിനാ അങ്ങനെ? കള്ളന്മാര് വന്ന് കക്കും, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? പോലീസ് എന്ന് പറയണം. നിങ്ങൾ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ആദ്യം പോലീസുകാരൻ വന്ന് ചോദിക്കുന്നത് നിങ്ങൾ വീട് കറക്റ്റായിട്ട് അടച്ചിരുന്നോ, ജനൽ അടച്ചിരുന്നോ, നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് ആദ്യം നമ്മളോടത്താ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? അപ്പം അങ്ങനെയാണോ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്? കള്ളന്മാര് കക്കും, അപ്പൊ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, ഞങ്ങൾ എന്തിനാ പ്രൊട്ടക്ട്, ഞങ്ങൾ തുറന്നിരിക്കും, പക്ഷെ കള്ളന്മാർ വരരുത് എന്ന് പറയുന്ന പോലെയല്ലേ ഇയാൾ പറയുന്നത്? സ്ത്രീകൾ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. സ്ത്രീകളെ അങ്ങനെ പുരുഷന്മാരെ സൃഷ്ടിച്ച് പുരുഷന്മാരെ, പക്ഷെ ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നാൽ മാത്രമേ ഈ പ്രശ്നം നടക്കാതിരിക്കത്തുള്ളൂ. അതും കൂടെ നോക്കണം. അതിനാണ് ഗൈഡൻസ് തന്നേക്കുന്നത്. ആ വ്യവസ്ഥയെ താണ്ടി പോകുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പൊ നിങ്ങളാണ് ഇതിനെ എന്താണ് ഇങ്ങനെ കൂടുതൽ അക്രമം നടക്കാൻ കാര്യം എന്താ? ഈ സിനിമയിലൊക്കെ കൊച്ചുനാൾ മുതൽ കുട്ടികൾ ഈ സ്ത്രീകളെ നഗ്നയായിട്ടും അഡ്വർടൈസ്മെന്റിൽ അവരൊരു ഭോഗവസ്തുവായിട്ട് കാണിക്കുന്ന കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് ആ സ്ത്രീയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും, മതിപ്പ് എന്തായിരിക്കും? ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇപ്പം ചെയ്യും. അതിന് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ ഇസ്ലാം ആ മുളയിലെ നുള്ളിക്കളഞ്ഞ് അങ്ങനെ കാണിക്കരുത്, സ്ത്രീയെ കച്ചവട ചരക്കായിട്ട് കാണിക്കരുത്, ഭോഗവസ്തുവായിട്ട് മാത്രം നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് അങ്ങനെ കാണിക്കരുത്, പൈസയ്ക്ക് വേണ്ടി പാവം സ്ത്രീകൾ വരുന്നു, അത് ചെയ്യരുത്. അതിന് എന്തെങ്കിലും ഒരു ദിവസം ലേഖത്തിൽ എതിർക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ സ്ത്രീകളെ ഇതാണ് അപമാനിക്കുന്നത്. സിനിമ പോസ്റ്ററിൽ പണ്ട് തമിഴ്നാട്ടിലൊക്കെ എനിക്കറിയാം, ഈ നഗ്നമായ പോസ്റ്റർ, പൊക്കളൊക്കെ കാണിച്ച പോസ്റ്റർ, അത് ഈ സ്ത്രീയുടെ സമാജങ്ങളുണ്ടല്ലോ, അവരുടെ അവരൊന്ന് താറ് പൂശു വരുന്നത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതല്ലേ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത്, സ്ത്രീകളെ ഭോഗവസ്തുവായിട്ട് കാണുന്നത്. അതിനല്ലേ നിങ്ങൾ എതിർക്കേണ്ടത്? അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ, ഇസ്ലാമിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? നിങ്ങൾ ഡ്രസ്സ് ഇടണം, അങ്ങനെ കാണിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ന്യൂഡായിട്ട് കാണിക്കരുത് എന്ന് പറയുന്ന ഇസ്ലാമിനെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അങ്ങനെ കാണിക്കുന്നവരല്ല. അപ്പൊ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ത്രീയെ കച്ചവട ചരക്കാക്കുന്നത്, അവർ ഭോഗവസ്തുവാക്കുന്നത് നിങ്ങൾ. അത് നമ്മൾ പറയാം, പുരുഷൻ അവരെ തന്നെ ആക്രമിക്കാൻ തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. നിങ്ങൾ അതിനെ വളം വെച്ച് കൊടുക്കുന്നത്. കൊച്ചിലെ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഇതാണ് സ്ത്രീ, അവര് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടോണ്ടേ വരാവൂ, ഇങ്ങനെ കാണാനുള്ളതാണെന്ന് വെച്ചേക്ക് നിങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്ത്രീയും പുരുഷനെയും സൃഷ്ടിച്ചു, ആ സോഷ്യൽ ഓർഡർ നേരെ പോകുന്നതിന് ചില നിഷ്പക്ഷതകൾ വെച്ചു, അത് പാലിക്കണം. അതുകൊണ്ട് അവർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല. അത് ചെയ്താൽ കുറ്റമെന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല. സ്ത്രീ വസ്ത്രം ഇല്ലാതെ പോയി നീ ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയില്ല എന്നാണോ ഖുർആൻ പറഞ്ഞത്? അല്ലല്ലോ. ചെയ്തു കഴിഞ്ഞാൽ അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കും. അതുപോലെ തന്നെ പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. നീ കണ്ണുകൾ താഴ്ത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീകൾ അത് ഡ്രസ് ഇട്ട് പോയാൽ തന്നെ അങ്ങോട്ട് ആവശ്യമില്ല നോക്കരുത്. അതിൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഭാര്യയുണ്ട്, വീട്ടിൽ അവിടെ പോയി എടുക്കണം. ഒരു നോട്ടം കഴിഞ്ഞാൽ കണ്ണെടുക്കണമെന്നുണ്ട്. അതെന്താ? അത് രണ്ടാമത്തെ നോട്ടം വേറെ നോട്ടമായി പോകും. അതെന്തിനാ ഖുർആൻ പറഞ്ഞത്? അത് ശരിയാ തെറ്റോ? ലിയാഖത്തിൽ പറയൂ. നോക്കാന്നാണോ, നോക്കിക്കൂടാന്നാണോ? പുരുഷൻ നോക്കുവോ ഇല്ലയോ? നിക്കണം എന്നാണ്. അതാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നത്. സ്ത്രീയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അവർ ആസ്വദിക്കും. അതിനെന്താ കുഴപ്പമെന്നാ പറയുന്നത്? അതിനാ അവർ സൃഷ്ടിക്കപ്പെടുന്നത്. എന്തൊരു കഷ്ടം! ഇത്ര മോശം സോഷ്യൽ സെറ്റ്ബാക്ക് ആവാൻ കാരണം
ഇവരാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ. അപ്പൊ ഉള്ള മതത്തിനെ ഇല്ലാതാക്കാൻ നോക്കുക. അല്പസ്വല്പം ഇപ്പൊ ഉള്ളവർക്ക് തന്നെ ഇതില്ല, ഇവരോടെ കലർന്ന് കൂടിക്കലർന്ന് ജീവിക്കുമ്പോഴത്തേക്ക് നമ്മ ഉള്ള മതത്തിന്റെ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനകത്ത് ഇതൊന്നും വേണ്ട നിങ്ങൾ പുറത്തു വന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ശരിക്കും മോശമാണ്. പ്രവാചകൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അവസാന കാലത്ത് ഒരു വിശ്വാസിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മുള്ളിന്റെ ചെടികളുടെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ നമ്മുടെ ആ മുണ്ട് അതിനകത്ത് കൊരുക്കാതെ നടക്കാൻ എന്ത് ബുദ്ധിമുട്ടോ അങ്ങനെ വേണം നടക്കാൻ. എവിടെയെങ്കിലും കൊരുത്ത് നമ്മളും പുറത്താവുമോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പറഞ്ഞാല് തീയുടെ കട്ട കയ്യിൽ പിടിച്ചിട്ട് ജീവിക്കുന്ന പോലെയാണ്. തീയുടെ കൈ നല്ല എന്താ പറയാ കത്തി നിൽക്കുന്ന കട്ട ആ കയ്യിൽ പിടിച്ചിട്ട് എങ്ങനെ നടന്നു പോകും, അല്ലെങ്കിൽ അത് പിടിച്ചിങ്ങനെ അമർത്തി പിടിക്കാൻ കഴിയും നമുക്ക്, അതേപോലെ ആയിരിക്കും എന്നാ പറഞ്ഞത്. അതെ, ചുറ്റും തിന്മകളാണ്. തിന്മയുടെ കൂടെ ജീവിച്ചാൽ തിന്മ നമുക്കും വരും. അത് അതിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം സ്ട്രിക്റ്റ് നിയമങ്ങൾ വെച്ചേക്കുന്നത്. ഏത് ഗാന്ധിജി ചെയ്ത പോലെ എത്ര ആൾക്കാർ ഇടയ്ക്കൊണ്ട് ഇട്ടാലും ഞാൻ എനിക്കൊന്നും ആവത്തില്ല, ആ സംഭവം ഒന്നും ഇല്ല അതിനകത്ത്. മനുഷ്യൻ തന്നെയാണ്. ആ സിറ്റുവേഷൻ വരുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറും. അങ്ങനെയാണ് മനുഷ്യനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് വിവാഹ ബന്ധത്തിന്റെ കൂടെ മാത്രം നടക്കാനായിട്ട്. അതില്ലെങ്കിൽ വിവാഹ ബന്ധം നടക്കത്തില്ല, പിന്നെ ഇവിടെ മനുഷ്യ രാശി പെറ്റ് പെരുകത്തുമില്ല. അതിനൊരു അള്ളാഹു ഒരു കെമിക്കൽ റിയാക്ഷൻ, അങ്ങനെ ഒരു കെമിസ്ട്രി വെച്ചിട്ടുണ്ട്. അത് ഒരു വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ മാത്രം നടക്കേണ്ട കേസാണ്. അത് പോയി പുറത്ത് കാണിക്കണം. അതാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കാൻ പറ്റും? അപ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നം വരിക. അപ്പം സ്ത്രീകളെ ഇല്ലാതാക്കുന്നതും ചെയ്യുന്നത് നിങ്ങളാണ്. ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആണുങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇത് എന്താ നോട്ടം താഴ്ത്തുക, ഖുറാന്റെ 24-30 എന്നൊക്കെ കാണാതെ. അത് കഴിഞ്ഞ് സ്ത്രീകളെ കറക്റ്റ് അഡ്രസ് ചെയ്യാൻ പറയുക. അതുപോലെ പിന്നെയും തെറ്റ് നടന്നു കഴിഞ്ഞാൽ മാതൃകാപരമായി ആർക്കാലും ശിക്ഷയുണ്ട്. എല്ലാ കുറ്റത്തിനും ഇതിനും ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്ത പോലെയാണ് ജീവിതത്തിൽ പറയുന്നത്. അത് തെറ്റാണ്. അടുത്ത ക്ലിപ്പിടാം. അതായത് പുരുഷന്മാരെല്ലാവരും വിവാഹം നിഷിദ്ധമായ, അതല്ലെങ്കിൽ അച്ഛനും ആങ്ങളെയോ ഇല്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീയെ കണ്ടാൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ് എന്നിട്ട് അത് പടച്ചോന്റെ തലയിൽ വെച്ചു കൊടുക്കാം. അതായത് അല്ല, ഇപ്പൊ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ പൊതുവെ കാണുന്ന ഒരു സംഭവല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു 2 സ്ത്രീകൾ നടന്നു പോകുന്നു. ഒരു ട്വിൻസ് ആണെന്ന് വിചാരിക്കാം. 2 പേരും ഒരേ സൗന്ദര്യം, 2 ഒരേ പ്രായം ഒക്കെ ഉള്ള ഒരു സ്ത്രീ, 2 സ്ത്രീകൾ. ഒരു സ്ത്രീ പർദ്ദ ധരിച്ചിട്ടാണ് പോകുന്നത്, ഒരു സ്ത്രീ ആവട്ടെ ബിക്കിനി ഇട്ടിട്ടാണ് പോകുന്നത് വിചാരിക്കാം. അപ്പോൾ നിരത്തില് അല്ലെങ്കിൽ ഈ പൊതുസ്ഥലത്ത് ഒരാണുണ്ട് വിചാരിക്കാം. ഈ ആണ് സ്വാഭാവികമായിട്ടും ഈ പുരുഷൻ ആരെയാണ് തുറിച്ചു നോക്കാൻ സാധ്യത? ഈ പറഞ്ഞ ഈ ബിക്കിനിയിട്ട സ്ത്രീയല്ലേ. ഇത് പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാല് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഇതില്ലെങ്കിലും പ്രശ്നമാണ്. ഈ പൊട്ടന് അത് അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ പ്രശ്നമാണിത്. ഈ അട്രാക്ഷൻ ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്, അല്ലേ? ഇതൊന്നും അറിയില്ല, സൈക്കോളജി ഒന്നും അറിയില്ല ഇയാൾക്ക്. അതാണ് പ്രശ്നം. അല്ല, ഞാനിത് പറയും. ഇപ്പം നിങ്ങൾ പുറത്ത് പോകുമ്പോ നമ്മളൊരു ആഭരണമൊക്കെ കൊണ്ടുവരും, 100 പവൻ 50 പവൻ കയ്യിൽ കൊണ്ടുപോകുന്നു. നിങ്ങൾ വളരെ സൂക്ഷിച്ചു പോകണം. കള്ളന്മാർ വരും, അല്ലെങ്കിൽ വന്ന് അവർ മോടിച്ചോണ്ട് പോകുന്നു പറഞ്ഞാൽ എന്താണ് ഇത് ദൈവം? അപ്പം സെക്യൂരിറ്റി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവരെ ദ്രോഹിക്കണം എന്നല്ലേ പറയുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പം ഒരു ബാങ്കിൽ ATM ഫില്ല് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ATM വരുമ്പോഴത്തേക്ക് ഫുള്ള് പൈസ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഫുള്ള് തോക്ക് പിടിച്ച ആൾ കാണും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പറയുന്നത്? തോക്കില്ലാതെ പോയാൽ അത് പോയി നിങ്ങൾ എല്ലാവരും പോയി ആ പൈസ മോട്ടിക്കൂ എന്നല്ലേ അർത്ഥം? എന്നതുപോലെയാണ് പുള്ളി പറയുന്നത്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ, ഒറ്റയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നൈറ്റ് ഇറങ്ങുമ്പോൾ, പ്രശ്നമുള്ള സ്ഥലങ്ങൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടെ ആളിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കൂടുതൽ മഹറം, അതായത് വിവാഹ നിഷിദ്ധമായ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ പോവുക, ഒരു ആണുമായിട്ട് പോവുക, വീട്ടിലെ റിലേറ്റീവായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ആ ആക്രമണത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ പ്രശ്നമുണ്ട്, ആ സാധ്യത ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ ഇയാൾ തിരിച്ചാക്കുകയാണ്. അപ്പം ആ മഹറം ഇല്ലാതെ പോയാൽ, ഒരു കൂട്ടില്ലാതെ, സപ്പോർട്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിക്കൂ എന്നല്ലേ എൻ്റെ അർത്ഥം. എന്തൊരു വാദാന്ന് നോക്ക്. എന്നിട്ട് ഈ സിനിമയിൽ ഈ അഭിനയിക്കുന്ന ആൾക്കാർ പോലും അവർ പലരും പറയുന്നുണ്ട്, ഞങ്ങളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല. ഈ സിനിമയിൽ, എന്നാലും സിനിമയിൽ പോയി അഴിഞ്ഞാടാൻ പോകുന്ന ആൾക്കാർ പോലും അവർ പറയുന്നത്, ഞങ്ങൾ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുരക്ഷിതരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. നേരെ നടന്ന് കണ്ടിട്ടാണ്. ഇപ്പം എന്റെ കൂടെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകളോ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരും അങ്ങനെ അത്ര മൈൻഡ് ചെയ്യൂല. അതേ സ്ഥാനത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? രാത്രി ആവട്ടെ പകലാവട്ടെ ഏത് സമയത്ത് യാത്ര ചെയ്യുമ്പോഴും
ആളുകളൊന്ന് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും നരമ്പന്മാര് വൈത്താലെ പോവും, ഉറപ്പാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ മനുഷ്യന് ഒരു ഇത് കൊടുത്തു. എന്ത്, വെറുതെ അങ്ങ് സൃഷ്ടിച്ച് വിടുകയല്ല ചെയ്തത്. അവിടെ ഒരു ഇതും കൊടുത്തു. എന്താ പറഞ്ഞ്, അവര് എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്യണം, ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ട് എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് വരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഇവര് കണ്ണടച്ചിട്ട് അങ്ങോട്ട് എന്താ പറയാ ഇരുട്ടാക്കാൻ ശ്രമിക്കാന്നുള്ളത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവര് മറച്ചു വെച്ചിട്ട് നമ്മള് പറയുന്നത് മാത്രം ശരി, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവര് ശരിക്ക് കണ്ണടച്ചിട്ട് ഇത് ഇരുട്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകളെ സ്ത്രീകളല്ല, കുട്ടികളെ വൈകിട്ട് ഒറ്റയ്ക്ക് വിടരുത്, പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാല്, ആരെങ്കിലും കൂടെ ഒറ്റയ്ക്ക് വിടരുത്, ആരെങ്കിലും മുതിർന്നവരെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് പോയാൽ അവനെ പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് പോകണം എന്നല്ല എന്റെ അർത്ഥം. എന്ന വാദമാണ് ഉപയോഗിക്കുന്നത്. എന്ത് ബാലിശമായ വാദമാണിത്. അതുപോലെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് പോലീസുകാർ വന്ന് പറയും, ജനലിന്റെ അടുത്ത് കിടക്കുന്നവർ കിടക്കരുത്, നിങ്ങൾ ബാഗ് എടുത്തോണ്ട് പോയി കളയും, അല്ലെങ്കിൽ ചെയിൻ സ്നാച്ച് ചെയ്യും, നിങ്ങൾ ജനൽ അടച്ചിട്ട് കിടക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയേണ്ടത്? ജനൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ മാല പൊട്ടിക്കും എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് അയാൾ പറയുന്നത്. അതേപോലെ പല ഉദാഹരണങ്ങൾ പറയാം. വീട്ടിൽ കഥ അടച്ചില്ലെങ്കിൽ, കടച്ചു കിടന്നില്ലെങ്കിൽ വെള്ളം വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തുറന്നു കിടക്കുന്ന വീട്ടിലെല്ലാം വെള്ളം വരെ കയറൂ എന്നല്ലേ പറയുന്നത്. എത്ര ബാലിശമായ ഇതിനൊക്കെ എന്ത് മറുപടി കൊണ്ട് ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം ഇതോടെ നിർത്താം. അത് ബാക്കി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.